Get ready with me now. Bye. അതെ ഗൈസ്, റീൽ ഷൂട്ടിന് വേണ്ടിയുള്ള ഗെറ്റ് റെഡി വിത്ത് മീയിലേക്ക് ഏവർക്കും സ്വാഗതം. ഔട്ട്ഫിറ്റ് കണ്ടല്ലോ. ഫസ്റ്റ് സ്കിൻ കെയർ. കുറച്ച് മോയ്സ്ചറൈസർ എടുത്ത് മുഖത്തെല്ലാം വാരി തേച്ചിട്ടുണ്ട്. സ്കിൻ കെയറിൽ മുഖ്യം സൺസ്ക്രീൻ എടുത്ത് വാരി പൊത്തിയിട്ടുണ്ട് ഗൈസ്. അടുത്തത് ലിപ് ബാം. കുറച്ച് ലിപ് ബാം എടുത്ത് പുരട്ടിയിട്ടുണ്ട്. പിഗ്മെന്റൽ ലിപ് ആണ് എങ്കിൽ മേക്കപ്പിന് മുമ്പ് ലിപ് ബാം ഇടുന്നത് നല്ലതായിരിക്കും. ഇത്രയും സ്കിൻ കെയർ ചെയ്തിട്ട് പൗഡർ ഇടുന്നത് ശരിയല്ല ഗൈസ്. പൗഡർ ഇട്ട് മാറ്റ് ഫിനിഷ് ആക്കിയില്ലെങ്കിൽ എനിക്കൊരു സമാധാനമില്ല. നൈസിന് നമുക്ക് മേക്കപ്പിലേക്ക് കടക്കാം. ആദ്യം ഐബ്രോ പെൻസിൽ. എന്റെ ഇംബ്രിക്ക കണ്ണായതുകൊണ്ട് ഐ മേക്കപ്പ് ഒരു ടാസ്ക് ആണ് ഗൈസ്. നയൻതാര സ്മോക്കിയാണ് വേണ്ടതെങ്കിൽ ഇട്ട കരി തൂത്ത് കളയുക. ഇനി ഐലൈനർ എഴുതും. ഈ സംഭവം ഞാൻ കുറച്ചു നാളായിട്ട് നിർത്തി വെച്ചേക്കുമായിരുന്നു. വാല് എഴുതിയും വായിച്ചു ഊപ്പാട് വരുന്നതുകൊണ്ടായിരുന്നു. അടുത്തതായി മസ്കാര. ഇതിടുമ്പോൾ കൺപീലികൾ വിടർന്നു നിൽക്കും. കൺപീലി ഉള്ളവർക്ക്. ലോകം എത്ര പുരോഗമിച്ചെന്ന് പറഞ്ഞാലും ഐടെക്സ് കറുത്ത പൊട്ടിയെന്ന് ഞാൻ ഇതുവരെ മാറിയിട്ടില്ല. ഇനി ലിപ്സ്റ്റിക് കൂടെ ഇട്ടപ്പോൾ മേക്കപ്പ് കംപ്ലീറ്റ് ആയി. എന്നാ പിന്നെ ഔട്ട്ഫിറ്റ് ഇടാം. സെറ്റിൽമെന്റ് കൊടുത്തു ഗൈസ്. ഇനി ആക്സസറിയിലേക്ക് കടക്കാം. സിൽവർ ഓക്സിഡൈസിന്റെ ഈ മുട്ട ജുമുക്കയാണ് ഞാൻ ഇടുന്നത്. ഒരു ക്ലോ ക്ലിപ്പ് ഇട്ട് മുടി സെറ്റ് ചെയ്തു. നിങ്ങൾ എന്നെ പോലെ വിജുരുമ്പിച്ച് ഒരുങ്ങി റീൽസ് ഇടുന്നവരാണെങ്കിൽ ഈ തുണിയുടെ മുല്ലപ്പൂ മാല നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഫുൾ സ്ലീവ് ആയതുകൊണ്ട് ഇന്ന് വളയിടൽ ചടങ്ങില്ല ഗൈസ്. ഔട്ട്ഫിറ്റിൽ മുഖ്യം ചെരുപ്പാണ്. അപ്പൊ ഇതാണ് എന്റെ കംപ്ലീറ്റ് ഔട്ട്ഫിറ്റ്. എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്തേക്കണേ. റീൽ കാണാൻ മറക്കണ്ട. എന്നാൽ ശരി, ബൈ.